കൊണ്ടല്ലേ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 15 വർഷത്തിന് മുമ്പ് അത് പ്രീമച്വർ സ്റ്റേജ് ആണ്. നമ്മളൊരു പെർട്ടിക്കുലർ മെച്യൂർഡ് സ്റ്റേജ് ആകുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റൂ. അല്ലാതെ ഏർലിയർ ആയിട്ട് നമ്മൾ ലോകത്തിനൊപ്പം പോകുന്നു എന്ന് പറഞ്ഞിട്ട് എടുത്തു ചാടി മത്സര ഓട്ടത്തിലേക്ക് ഇന്ത്യയിലത് വിരമിച്ച സിസയ്ക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞുവെച്ചുവെന്ന് ആരോപിച്ചായിരുന്നു സിസ തോമസ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഇതിനെതിരായ നിയമ പോരാട്ടം ട്രൈബ്യൂണൽ മുതൽ സുപ്രീം കോടതി വരെ നീണ്ടു. എന്നാൽ സിസ തോമസിന്റെ നിയമനം എല്ലായിടത്തും ശരിവയ്ക്കപ്പെട്ടതോടെയാണ് നടപടി ഇല്ലാതായത്. ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോഴേക്കും സിസ സർവീസിൽ നിന്ന് വിരമിച്ചിരുന്നു. എന്നാൽ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും സിസയ്ക്ക് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിച്ചില്ല. ഇതിനെതിരെ സിസ തോമസ് വിവരാവകാശ നിയമപ്രകാരം സർക്കാരിനെ സമീപിച്ചപ്പോഴാണ് ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്ന